നമസ്കാരം. എഴുത്തുകളരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ പഠിച്ചത് സ്വരാക്ഷരങ്ങൾ ആ, ആ, ഇ, ഈ, ഉ, ഊ. അതിന്റെ അടയാളങ്ങളും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ ബാക്കിയായ റ്, എ, ഐ. ഇത്രയും എഴുതാം. അതിനുള്ള അടയാളങ്ങളും എഴുതാം. ഇന്ന് ആദ്യം എഴുതാൻ പോകുന്നത് റ്. ഞാൻ എഴുതി ഇങ്ങനെ എഴുതണം. റ് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എഴുതണം. റ് 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 റ്. റിന്റെ അടയാളമാണ് അക്ഷരം കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുതണം. റ് അടയാളം. വ്യഞ്ജനാക്ഷരത്തിനോടൊപ്പം റ് അടയാളം വരുന്നത് എങ്ങനെയെന്ന് നോക്കാമോ? റ് താ എഴുതി നമ്മൾ റ് അടയാളം ചേർക്കുകയാണ്. റ് വാ എഴുതി റ് അടയാളം ചേർത്തു. റ് നാ എഴുതി റ് അടയാളം. റ് മാ എഴുതി മായിൽ മൃ. ഇങ്ങനെ വായിക്കും. തൃ വൃ നൃ മൃ. ഇനി അടുത്തത് എ നോക്കാം. ഒരു പാ എഴുതി ഇങ്ങനെ എഴുതും. അതായത് പാ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു റ. എ നമ്മൾ എഴുതി വരുമ്പോൾ ഇങ്ങനെ അങ്ങ് ചേർത്ത് എഴുതി പോണം. എ ഇതിന്റെ അടയാളം ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഈ അടയാളത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ അക്ഷരം എഴുതുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ അടയാളം എഴുതേണ്ടത്. നമ്മൾ തേ എന്ന് എഴുതുകയാണെങ്കിൽ ആദ്യം അടയാളം എഴുതി അടുത്ത അക്ഷരം എഴുതും. തേ നേ വേ ഡേ. ഇതിനെല്ലാം നമ്മുടെ അക്ഷരത്തിന് മുന്നെയാണ് അടയാളം എഴുതേണ്ടത്. തേ നേ വേ ഡേ. എഴുതാൻ പഠിച്ചല്ലോ. എന്ന് വരുമ്പോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചുരുക്കണം. ഏ ഇതിന്റെ അടയാളം എങ്ങനെയെന്ന് നോക്കാം. ഇതും അക്ഷരത്തിന് മുന്നെയാണ് അടയാളം വന്നത്. നമ്മൾ തേ എന്ന് എഴുതുകയാണെങ്കിൽ ആദ്യമേ അടയാളം എഴുതി താ എഴുതണം. തേ നേ വേ. ഇത്രയേ ഉള്ളൂ. അതായത് അക്ഷരം എഴുതുന്നതിന് മുന്നാണ് ഈ അടയാളങ്ങൾ ചേർക്കേണ്ടത്. അടുത്ത സ്വരാക്ഷരത്തിലെ ഐ എങ്ങനെയെന്ന് നോക്കാം. ഐ എഴുതാൻ എളുപ്പമാണ്. ആദ്യം നമ്മൾ ഇങ്ങനത്തെ ഒരു അടയാളം എഴുതണം. എഴുതിയില്ലേ അടയാളം, അത്
എന്നിട്ടൊരു എ എഴുതുമ്പോൾ ഐ, 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 ഐ. ഇതിൻ്റെ അടയാളമാണ് ഈ ആദ്യത്തെ അടയാളത്തിൻ്റെ കൂടെ ഒരടയാളം കൂടെ. അങ്ങനെ രണ്ടടയാളം ചേർക്കണം. ഐ അടയാളം. നമുക്ക് അക്ഷരത്തിൻ്റെ കൂടെ നോക്കാം. നൈ. ആദ്യം ഐ അടയാളം എഴുതി ന എഴുതുമ്പോൾ നൈ. തൈ അടയാളം എഴുതി ത എഴുതി അപ്പോൾ തൈ. പൈ രണ്ടടയാളം എഴുതി പ എഴുതി, അതാണ് പൈ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോ ഇതുവരെ പഠിച്ച സ്വരാക്ഷരങ്ങളും അടയാളങ്ങളും നോക്കാമോ? ആ, ആ, അതിൻ്റെ അടയാളം ആണ്. ഈ, വള്ളി. ഈ, ചുരുക്കുള്ള വള്ളി. ഊ, ഊ, ഊ. ഋ, എ, ഏ, ഐ. ഇനി വ്യഞ്ജനാക്ഷരങ്ങളോടുകൂടെ അടയാളങ്ങൾ ചേർത്ത് നോക്കാം. ത, ത, തി, തീ, തു, തൂ, തൃ, തേ, തേ, തൈ. വ, വാ, വി, വീ, വു, ഊ, വൃ, വേ, വേ, വൈ. അപ്പോൾ സ്വരാക്ഷരങ്ങൾ ഏകദേശം തീരാറായി. അടുത്ത ക്ലാസ്സോടെ നമ്മൾ സ്വരാക്ഷരങ്ങളെല്ലാം പഠിച്ചു കഴിയും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.